ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ കഥ ഇനിയിപ്പോൾ പൂരക്കാലല്ലേ, നമ്മുടെ പാപ്പുവിൻ്റെ കോടിപ്പൂരം കൂടിയാന്നേ. അപ്പോൾ പാപ്പുവിന് പൂടാനായിട്ട് പാപ്പുവിൻ്റെ അച്ഛൻ ഇങ്ങനെ കട്ടപ്പൂ പറിക്കാനായിട്ട്, ഇതെൻ്റെ സ്കൂളാണ് കേട്ടോ, ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കൂടെ വിപിനേട്ടനും ഉണ്ട്, കാരണം വേദൂനും വേണം പൂ. അങ്ങനെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഏകദേശം പൂവൊക്കെ പറിച്ചു. തിരിച്ച് വരുമ്പോഴത്തേക്ക് പാപ്പുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കുറേ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം മുള്ളിൻ്റെ ഇടയിലൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ പറിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് നമ്മൾ കുറച്ച് പൂ പറിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ പാത്തുവിനായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് കുറവാണ് പൂ, എന്നാലുള്ളതൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെമ്പകം കൂടി വേണം. ചെമ്പകം ഇത് ശൈലമായി അപ്പനും കൂടിയിട്ട് നമ്മുടെ പാലത്തറ അവിടെ പോയിട്ട് പറിച്ചതാണേ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇന്ന് പാപ്പുവിൻ്റെ പൂരം വന്നെത്തി കേട്ടോ, പാപ്പുവിൻ്റെ കോടിപ്പൂരം. അതിനായിട്ട് അമ്മമ്മയും ശൈലമായും അമ്മയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കാമന ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാപ്പുവിൻ്റെ കോടിപ്പൂരത്തിനായിട്ട് എല്ലാവരും തകൃതിയായിട്ട് തന്നെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും കൂടിയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉണ്ടായ ഒരു മോളാണ് പാപ്പു. അപ്പോൾ പാപ്പുവിൻ്റെ കോടിപ്പൂരത്തിനായിട്ട് എല്ലാവരും ഇങ്ങനെ പൂക്കളും ചെമ്പരത്തിയും ചെമ്പകവും പിന്നെ കാഞ്ഞിരത്തിൻ്റെ ഇല പിന്നെ ചാണകവും കൊണ്ടാണ് കേട്ടോ കാമന ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ പുറത്തിങ്ങനെ വലിയ മട്ടളത്തിൽ ഇങ്ങനെ പൂരക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കാരണം എല്ലാവർക്കും കൊടുക്കണം. ഇന്ന് കുറേ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ നമുക്ക് പൂടുന്ന കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ പൂജാമുറിയിൽ ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് കാമനയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേ. ആദ്യത്തെ ദിവസം 9 കാമനയാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ പൂരത്തിന് പൂവിടൽ ഇവിടെ തന്നെ പലയിടത്തും പല രീതിയിലും ഒക്കെയാണ് കേട്ടോ ഇടാറുള്ളത്, മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൂരത്തിനെ പറ്റി എനിക്കറിയുന്ന കുറച്ച് കാര്യം ഞാൻ പറയാം കേട്ടോ. അതായത് വടക്കൻ കേരളത്തിൽ മീനമാസത്തിലെ പൂരം നാളിൽ ആഘോഷിക്കുന്നത്, അതായത് കാമദേവൻ, അതായത് പ്രണയത്തിൻ്റെ ദേവനെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണ് പൂരം അഥവാ പൂരോത്സവം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ പെൺകുട്ടികൾ ചാണകം, മണ്ണ്, പൂക്കൾ എന്നിവ ഉപയോഗിച്ച് കാമദേവന്റെ രൂപം നിർമ്മിച്ച് പൂജിക്കുകയും പൂരദിനത്തിൽ നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് പാടി അതിനെ വരിക്കപ്ലാവിൻ്റെ ചുവട്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ഈ പൂരോത്സവം ശരിക്കും നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേട്ടോ. നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പൂരോത്സവം. അപ്പോൾ പാപ്പുവിൻ്റെ ചടങ്ങൊക്കെ ഇവിടെ നടക്കുകയാണ്. അമ്മമ്മ ഇതുപോലെ അരിയൊക്കെ ഇട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി പൂവൊക്കെ ഇട്ടിട്ട് പാപ്പു ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ സുങ്കുറും വന്നിട്ടുണ്ട് കേട്ടോ. അവനുള്ളതുകൊണ്ട് അവനും കൂടി കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പാപ്പു ഇങ്ങനെ പൂ എറിയുന്നതിലൊക്കെ ഇങ്ങനെയാണ്, എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ കയ്യിൽ കൊടുക്കുന്ന സാധനങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കളയാൻ ഇഷ്ടമല്ല. ഏത് സാധനവും നമ്മൾ പാപ്പുവിൻ്റെ കയ്യിൽ കൊടുത്താൽ കുറേ നേരത്തേക്ക് അവതങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം 3 തവണ അതിലേക്ക് നമ്മൾ പൂക്കളിട്ടിട്ട് പിന്നെ ഒന്ന് വലം വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ പൂടേണ്ടത്. അപ്പോൾ പൂജാമുറിയിൽ ചെറിയൊരു സൗകര്യത്തിൻ്റെ ഇത് കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റുന്ന സമയത്തൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എന്നാലും തീയൊക്കെ വിളക്കൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചുറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ചെമ്പൊക്കെ എടുത്തിട്ട് കിണ്ടിയിൽ വെള്ളം കൂടി ആ പൂവിലേക്ക് ഇങ്ങനെ 3 തവണ തളിക്കണം. അത് ഞാൻ ചെയ്തു, പിന്നെ സുങ്കുറി ചെയ്തു, പിന്നെ പാപ്പുവിനും കൂടി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നേ. സാധാരണ ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കരയാറൊക്കെ ഉണ്ട്, പക്ഷെ പാപ്പുവിന് എന്തോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളും അമ്പലം തെയ്യം എന്നൊക്കെ പറയുന്നത്. എല്ലാവരും പാപ്പുവിൻ്റെ കളിയൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂക്കിയിട്ടൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പൂജാമുറിയിലുള്ള ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇനി നമ്മളെല്ലാവരും കൂടി നേരെ പോകുന്നത് നമ്മൾ കിണറ്റിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. അവിടെ അടിച്ച് വാരി ചാണകമൊക്കെ തളിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെയും പോയി പൂടാറുള്ളത്. പൂജാമുറിയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ കിണ്ടിയിൽ അതായത് ചെമ്പകം കൊണ്ട് ഇങ്ങനെ 3 തവണ വെള്ളം തെളിക്കും. അത് നമ്മളെല്ലാവരും കൂടി ചെയ്തു. അതായത് നമ്മളെന്ന് വെച്ചാൽ സുങ്കുറ് ചെയ്തു, പാപ്പു ചെയ്തു, പിന്നെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ പൂ ഇങ്ങനെ എറിയുക അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് കൂക്കി വിളിക്കണം, പാപ്പു അതൊക്കെ എൻജോയ് ചെയ്യുന്ന തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൂജാമുറിയിൽ നമ്മളിങ്ങനെ കാമദേവൻ ഉണ്ടാക്കി വെക്കുന്നത് ആദ്യത്തെ ദിവസം ഇവിടെ 9, പിന്നെ 7, 5, 3, 1 ഒന്നിലങ്ങനെ അവസാനിപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഈ പൂവൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ കൂകി വിളിക്കുകയൊക്കെ വേണേ. പാപ്പുവിന് അതൊരു തമാശയായിട്ടാണ് തോന്നിയിട്ടുണ്ടായി, അവൾ നല്ലപോലെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഇവിടെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണേ. അതിന് സഹായിക്കാനായിട്ട് നമ്മൾ തമ്പായമ്മയും സ്മിതി ചേച്ചിയും രാവിലെ തൊട്ടേ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ പൂച്ചക്കാടുന്ന് പിലിക്കോടുന്ന് വന്നവരായിരുന്നു ഫുഡ് കഴിക്കാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പാപ്പുവിന് വരുമ്പം പാത്തു വെച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഈ കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം ഇങ്ങനെ പൂരക്കഞ്ഞിയായിട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂരക്കഞ്ഞി ഇവർക്ക് നേരത്തെയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പൂരക്കഞ്ഞി അതായത് നമ്മൾ മധുരമുള്ള നമ്മുടെ ചക്കരച്ചോറും ആ വെള്ളച്ചോറും അങ്ങനെ 2 തരത്തിലുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ചോറ്, സാമ്പാർ, എലിശ്ശേരി, അച്ചാർ, പപ്പടം, കച്ചമ്പർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അവസാനമാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ പൂരക്കഞ്ഞിയും ഇങ്ങനെ ചക്കരച്ചോറൊക്കെ ഉണ്ടായതുകൊണ്ട് വേറെ പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ വേറെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെയാണ് കേട്ടോ ഓരോരോ ആൾക്കാരായിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും പോകേണ്ട സമയമായി. പിന്നെ ഓരോരാളെ നമ്മൾ യാത്രയാക്കി. ആദ്യം പാപ്പും നമ്മുടെ പാത്തും നിഷി അവരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവർ പോയതിന് ശേഷം പിന്നെ പൂച്ചക്കാടുന്ന് അമ്മയും ചക്കരയും അച്ഛനും പോകാൻ നിന്നു കേട്ടോ. പാപ്പുവിന് ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടമാവുന്നുണ്ട്. പാപ്പു ഇങ്ങനെ അവർ നോക്കി നിൽക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്ക് അവർ യാത്രയാക്കിയിട്ട് ഞാനും പാപ്പും അർജുട്ടനും കൂടിയിട്ട് ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അകത്ത് കയറിയത്. പിന്നെ സൺലൈറ്റൻ അവരൊക്കെ പോകാനുള്ള തിരക്കിലായി കേട്ടോ. പിന്നെ അവരെയും കൂടി നമ്മൾ യാത്രയാക്കി.
അങ്ങനെ പാപ്പുവിൻ്റെ കോടിപ്പൂരം ഇവിടെ എല്ലാവരും വന്നിട്ട് നല്ല പോലെ തന്നെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരും പോയി, എല്ലാവരും യാത്രയാക്കി, സജനിച്ചൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സുങ്കുറും കീർത്തനെ അവരും പോയി കേട്ടോ. പിന്നെ ഇന്ന് പാപ്പുവിന് കുറച്ച് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ ഉക്രുവട്ടം കൊണ്ടുവന്നായിരുന്നു കേട്ടോ, നല്ലൊരു ഫ്രോക്ക്. പിന്നെ ഇത് രണ്ട് സജനേച്ചി കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ സ്മിതേച്ചി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അതേ പൂച്ചക്കാട് നിന്ന് പിലിക്കോട് നിന്ന് നിശിയും, അതായത് എൻ്റെ അമ്മയും അച്ഛനും അവരും കൂടിയിട്ട് ഒരു ഡ്രസ്സും അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും അങ്ങനെ പാപ്പുവിൻ്റെ കൂടിപ്പൂരം നല്ല അസ്സലായി കഴിഞ്ഞു.